ഓഫർ തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസ്. പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത്. സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് CN രാമചന്ദ്രനെ പ്രതി ചേർത്തത്. കേസിലെ മൂന്നാം പ്രതിയാണ് CN രാമചന്ദ്രൻ. മുഹമ്മദ് ഷംസീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംസീർ, ഇപ്പോൾ ഏത് പരാതിയിലാണ് CN രാമചന്ദ്രൻ കൂടി പ്രതിയായിരിക്കുന്നത്? അനീഷ, റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പാതിവില തട്ടിപ്പിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. 2024 34 ലക്ഷം രൂപ തങ്ങളുടെ പൈസ ഈ NGO കോൺഫെഡറേഷൻ തട്ടി എന്ന പരാതിയിലാണ് ഇപ്പോൾ CN രാമചന്ദ്രനെതിരെ കൂടി കേസ് വന്നിരിക്കുന്നത്. ഇതിൽ കേസിൽ 1ഉം 2ഉം പ്രതികൾ അനന്തകൃഷ്ണനും അനന്തകുമാറും 1ഉം 2ഉം പ്രതികളാണ്. മൂന്നാമത്തെ പ്രതിയായാണ് CN രാമചന്ദ്രനെ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ സംഘടനയുടെ ഉപദേശകനായി നേരത്തെ CN രാമചന്ദ്രനെ ഇവർ വെച്ചിരുന്നു. ഇതിൽ പിന്നീട് CN രാമചന്ദ്രൻ തന്നെ നൽകിയ വിശദീകരണം തന്റെ ഉപദേശകനായി ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം വെക്കുകയും എന്നാൽ പിന്നീട് ഇത് സാമ്പത്തിക പിരിവ് നടക്കുന്നുവെന്ന ഘട്ടം വന്നപ്പോൾ താൻ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് CN രാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുമ്പോൾ മൂന്നാം പ്രതിയായ CN രാമചന്ദ്രനെ കൂടി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെ കൂടി കേസിൽ മൂന്നാമത്തെ പ്രതിയായി വെച്ചിരിക്കുകയാണ്. 34 ലക്ഷം രൂപ ഈ NGO കോൺഫെഡറേഷൻ തട്ടിയെടുത്തു എന്നാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ വഞ്ചന കുറ്റവും സാമ്പത്തിക തട്ടിപ്പുമാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. BNS 318ഉം ഒപ്പം തന്നെ മറ്റൊരു വകുപ്പും, അതായത് സാമ്പത്തിക തട്ടിപ്പും വഞ്ചന കുറ്റവും, ഈ രണ്ട് കുറ്റങ്ങളുമാണ് ഇപ്പോൾ ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പ്രതിയായാണ് CN രാമചന്ദ്രൻ നായരെ ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. 1ഉം 2ഉം പ്രതികളാണ്. അനന്തകുമാറിനെതിരെയും ഒപ്പം തന്നെ അനന്തകൃഷ്ണനെതിരെയും പലയിടങ്ങളിലും ഇതുപോലെ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസികളും വിവിധ വ്യക്തികളും നൽകിയ പരാതിയിൽ ഇവർ രണ്ടുപേരെയും നേരത്തെ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് CN രാമചന്ദ്രനെ ഇതിൽ പ്രതി ചേർക്കുന്നതെന്നാണ് വിവരം. ഏതായാലും ഇപ്പോൾ മൂന്നാം പ്രതിയായാണ് CN രാമചന്ദ്രൻ നായരെ ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ തനിക്കിതിൽ ഈ തട്ടിപ്പുമായി യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് നേരത്തെ തന്നെ CN രാമചന്ദ്രൻ വ്യക്തമാക്കിയതാണ്. നേരത്തെ ഇന്നലെ നമ്മൾ കണ്ടിരുന്ന ഒരു വീഡിയോയിൽ, അതായത് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 2023 വി ശിവൻകുട്ടി ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ സംസ്ഥാന സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന സദസ്യരൊക്കെ CN രാമചന്ദ്രൻ നമുക്ക് വേദിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മന്ത്രി തന്നെ ഇതിന്റെ വിശ്വാസ്യതയെ കുറിച്ച് പറയുമ്പോൾ CN രാമചന്ദ്രനെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് വിശ്വാസ്യത ഉറപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഉപദേശകനായി ആ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടി തന്നെയായിരിക്കണം അനന്തകുമാറും അനന്തകൃഷ്ണനും ഒക്കെ CN രാമചന്ദ്രനെ സമീപിക്കുകയും അങ്ങനെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ ഇതിന്റെ ഉപദേശകനായി വരികയും ചെയ്തത്. എന്നാൽ പിന്നീട് ഇതിൽ പണം പിരിവ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു CN രാമചന്ദ്രൻ തന്നെ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും മൂന്നാം പ്രതിയായപ്പോൾ CN രാമചന്ദ്രനെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പും ഒപ്പം തന്നെ വഞ്ചന കുറ്റവുമാണ് പെരിന്തൽമണ്ണ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അനീഷ. ഷംസീർ, ഈ CN രാമചന്ദ്രനെ മൂന്നാം പ്രതിയാക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ എന്തൊക്കെയാണ് ഈ FIR-ൽ പറയുന്നത്? ഈ FIR-ൽ പറയുന്നത് 2024 ഏപ്രിൽ മാസം മുതൽ 2024 നവംബർ മാസം വരെയുള്ള കാലയളവിൽ പല തവണകളായി 34 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം കൈപ്പറ്റിയ പണമോ വാഗ്ദാനം ചെയ്ത വസ്തുക്കളോ നൽകാതെ പരാതിക്കാരൻ പ്രസിഡന്റായ സ്ഥാപനത്തെയും ഉപഭോക്താക്കളെയും ചതി ചെയ്തു, അതായത് വഞ്ചിച്ചു എന്നുള്ളതാണ്. ഈ വഞ്ചിച്ചു എന്ന് പറയുന്നത് നാഷണൽ NGO കോൺഫെഡറേഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതേസമയം തന്നെ ഈ NGO കോൺഫെഡറേഷന്റെ ഭാരവാഹികൾ എന്ന നിലയ്ക്കാണ് ഈ 3 പേർക്കെതിരെയും കേസ് വരുന്നത്. അതിൽ ഈ കേസിൽ ഒന്നാം പ്രതിയായി ആനന്ദകുമാറും സായി ട്രസ്റ്റിന്റെ ആനന്ദകുമാർ, ഒപ്പം തന്നെ അനന്തകൃഷ്ണൻ, ഇപ്പോൾ അറസ്റ്റിലായ അനന്തകൃഷ്ണൻ രണ്ടാം പ്രതിയായും കേസിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രതിയായാണ് റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൂന്ന് ആൾക്കെതിരെയും വന്നിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പും ഒപ്പം തന്നെ വഞ്ചന കുറ്റവുമാണ്. ഇതിന്റെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്കാണ് ഈ മൂന്നാമത്തെ പ്രതിയായി റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ വരുന്നത്. എന്നാൽ ഈ തട്ടിപ്പിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും ഈ വ്യക്തികളുമായി ഈ അനന്തകുമാർ ആവശ്യപ്പെട്ടത് പ്രകാരം, അനന്തകുമാറുമായി നേരത്തെ വ്യക്തിബന്ധമുള്ളത് കൊണ്ട് അവർ ആവശ്യപ്പെട്ടത് പ്രകാരം നേരത്തെ ഉപദേശകനായി ഇതിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂവെന്നും ഇതിൽ ചില സാമ്പത്തിക പിരിവുകൾ നടക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതാണ് എന്നും CN രാമചന്ദ്രൻ നായർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിശദീകരിച്ചിരുന്നു. അതേസമയം തന്നെ ഈ NGO കോൺഫെഡറേഷന്റെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്നത് കൊണ്ടാണ് CN രാമചന്ദ്രനെ കൂടി ഇപ്പോൾ കേസിൽ മൂന്നാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 പ്രതികൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് ഒപ്പം തന്നെ വഞ്ചന കുറ്റം എന്നിവയാണ്. ഈ സമാന കുറ്റങ്ങൾ ചുമത്തിയ ചില
പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ഒക്കെ ചെയ്യുന്ന നില കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി തന്നെയായ മറ്റൊരു സംഘടനയുടെ പ്രസിഡന്റിനെ മലപ്പുറത്ത് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള നിയമക്കുരുക്കിലേക്ക് കൂടി പോകുന്ന കാര്യമാണ് ഇത്. എന്നാൽ ഈ തട്ടിപ്പിൽ പങ്കില്ല എന്നുള്ള കാര്യമാണ് CN രാമചന്ദ്രൻ വിശദീകരിക്കുന്നത്. തട്ടിപ്പുമായി ബന്ധമില്ല എന്നുള്ളത് മാത്രമല്ല, സംഘടനയുമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആ നിലയ്ക്കുള്ള ബന്ധം തനിക്കില്ല, ഉപദേശകനായി വെച്ചോട്ടെ എന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ആ സമയത്ത് ഉപദേശകനായി അവർ നിയമിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യമാണ് CN രാമചന്ദ്രൻ വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് സാങ്കേതികമായി കേസിൽ മൂന്നാം പ്രതിയായി CN രാമചന്ദ്രൻ വരിക കൂടിയാണ്. എപ്പോഴാണ് ഈ കേസിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്? അതായത് CN രാമചന്ദ്രനിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ടല്ലോ. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് എപ്പോഴാണ് കടക്കുക? ഇതിൽ പ്രാഥമികമായ കേസെടുക്കുന്ന നടപടി മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ സമാനമായ രീതിയിൽ പല സംഘടനകൾക്കെതിരെയും ഇപ്പോൾ ഈ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. 34 ലക്ഷം രൂപ തട്ടിച്ചു എന്നുള്ള നിലയ്ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. KSS എന്ന അങ്ങാടിപ്പുറത്തെ KSS എന്ന സംഘടനയാണ് 34 ലക്ഷം രൂപ തങ്ങളിൽ നിന്ന് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ തട്ടിയെടുത്തു. അത് സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത് തട്ടി എന്നുള്ളതാണ് പരാതി. ഈ തരത്തിലുള്ള പരാതികൾ വ്യക്തികൾ ഇത്തരത്തിലുള്ള ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്കെതിരെയും കൊടുക്കുന്നുണ്ട്. ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ നേരിട്ട് NGO കോൺഫെഡറേഷനെതിരെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിരവധി പരാതികൾ ഈ തരത്തിൽ പല ജില്ലകളിലായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വഴി ക്രോഡീകരിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പും ഒപ്പം തന്നെ വഞ്ചനാ കുറ്റവുമാണ് ഇതിൽ പെടുത്തിയിരിക്കുന്നത്. ആദ്യമായാണ് CN രാമചന്ദ്രൻ നായർ കേസിൽ പ്രതിയാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം കൂട്ടുന്നത്.